അടുത്തത് നമുക്ക് പറയാനുള്ള ടോപ്പിക് എങ്ങനെയാണ് കണ്ണിലേക്ക് ലൈറ്റിന്റെ എൻട്രി, എങ്ങനെയാണ് പ്രകാശം എങ്ങനെയാണ് കണ്ണിലേക്ക് പ്രവേശിക്കുന്നത്, അതിനനുസരിച്ച് എങ്ങനെയാണ് കണ്ണതിനെ നിയന്ത്രിക്കുന്നത്, പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് എത്ര പ്രകാശം എത്ര ലൈറ്റ് കണ്ണിലേക്ക് എൻ്റർ ചെയ്യണം, എത്ര ലൈറ്റ് കണ്ണിലേക്ക് എൻ്റർ ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന പ്രോസസ് എങ്ങനെ നടക്കുന്നത് നമുക്ക് നോക്കാം. നല്ല പ്രകാശം ഒരു സമയത്ത് അല്ലെങ്കിൽ നല്ല പകൽ സമയത്ത് നമ്മൾ മറ്റൊരാളുടെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണമണിയുടെ ഉള്ളിലെ നമ്മുടെ പ്യൂപ്പിൾ ഇങ്ങനെ വികസിച്ചിരിക്കും. നമുക്ക് കാണാൻ കഴിയും പ്യൂപ്പിൾ നല്ല വലുപ്പമുണ്ട് ഉണ്ടാവും, പ്യൂപ്പിൾ ചുരുങ്ങിയും. ഇനി അതേസമയം കുറച്ച് പ്രകാശം കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ പ്യൂപ്പിൾ നല്ല വികസിച്ചിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഇത് സഹായിക്കുന്നത്? നമുക്കറിയാം ഹൈ ഇന്റൻസിറ്റി ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഉയർന്ന തീവ്രതയിൽ ഹൈ ഇന്റൻസിറ്റിയിൽ ഇപ്പൊ കണ്ണിലേക്ക് നമ്മൾ ടോർച്ച് അടിക്കാം, അപ്പൊ ഉയർന്ന തീവ്രതയിൽ ലൈറ്റ് എത്തി. അത്ര ഉയർന്ന ഇന്റൻസിറ്റിയുള്ള അത്ര ഉയർന്ന തീവ്രതയുള്ള ലൈറ്റ് ഒക്കെ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണിലുള്ള സെൻസിന് അത് ദോഷം ചെയ്യും, കോശങ്ങൾക്ക് അത് ദോഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ അധികം ഇന്റൻസിറ്റിയുള്ള ലൈറ്റ് ഒന്നും കണ്ണിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല. ആ ലൈറ്റിനെല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ് ആര്? പ്യൂപ്പിൾ അതുപോലെ അവിടെയുള്ള മസിൽസ്, രണ്ടു തരം മസിൽസ് ഉണ്ട് നമുക്ക് പറയാം. അപ്പോ പ്യൂപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മൾ പ്യൂപ്പിൾ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്യൂപ്പിളിന് ചുറ്റും ഒരു റേഡിയൽ മസിൽ ഉണ്ടായിരിക്കും. പ്യൂപ്പിളിന് ചുറ്റും എന്തായിരിക്കും? ഒരു റേഡിയൽ മസിൽസ് ഉണ്ടായിരിക്കും. അപ്പോ ലൈറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ, ലോ ഇന്റൻസിറ്റി ലൈറ്റ് ആണ് വരുന്നതെങ്കിൽ, വളരെ ചെറിയ ലൈറ്റ് ആണ് വരുന്നതെങ്കിൽ മാക്സിമം ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യണം? എൻ്റർ ചെയ്യണം. കണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാഴ്ച കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ലൈറ്റിനെ എൻ്റർ ചെയ്യണമെങ്കിൽ പ്യൂപ്പിൾ എന്ത് ചെയ്യണം? അത് വികസിക്കണം. പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യണം. പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യണമെങ്കിൽ പ്യൂപ്പിൾ വികസിക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ കാണപ്പെടുന്ന ഒരു മസിൽ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഏതാണ് മസിൽ? റേഡിയൽ മസിൽ. റേഡിയൽ പേശികൾ. ഈ റേഡിയൽ പേശികൾ സങ്കോചിക്കും. ഈ റേഡിയൽ പേശികൾ സങ്കോചിച്ചു കഴിഞ്ഞാൽ അവർ കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആര് ഡയലേറ്റ് ചെയ്യും? പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. അപ്പൊ പ്യൂപ്പിളിന്റെ ഭാഗം ഇവിടെ കാണപ്പെടുന്ന മസിൽസ് ആണ് ഇത് റേഡിയൽ മസിൽസ് എന്ന് പറഞ്ഞാൽ. ഈ റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചുരുങ്ങി കഴിഞ്ഞാൽ ഈ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? ഡയലേറ്റ് ചെയ്യുന്നു. മാക്സിമം ലൈറ്റ് എങ്ങോട്ട് എൻ്റർ ചെയ്യുന്നു? കണ്ണിന്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. ഇനി നേരെ തിരിച്ചു വരികയാണ്. നേരെ എന്ത് വരുന്നു? നമ്മുടെ കണ്ണിലേക്ക് അമിതമായിട്ട് ഓവറായിട്ട് ലൈറ്റ് വരുമെന്ന് വിചാരിക്കും. ഓവറായിട്ട് ലൈറ്റ് വരുന്ന സമയത്ത് മാക്സിമം അത്രയും ലൈറ്റ് നമുക്ക് കണ്ണിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. കണ്ണിലേക്ക് ഓവർ ലൈറ്റ് എന്ന പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി അവിടെ കുറയ്ക്കണം. അഥവാ കണ്ണിനകത്തേക്ക് പ്രവേശിക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത അവിടെ കുറയ്ക്കേണ്ടതുണ്ട്. ആ ഇന്റൻസിറ്റി അവിടെ മിനിമൈസ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ കണ്ണില് മറ്റൊരു സെല്ല് കാണപ്പെടുന്നു, മറ്റൊരു മസിൽ കാണപ്പെടുന്നുണ്ട്. ആ മസിലിന്റെ പേരാണ് ഇത്തരത്തില് സർക്കുലർ ആയിട്ടുള്ള മസിൽസ് ആണ്. അതിന് പറയുന്ന പേരാണ് വലയ പേശികൾ. വലയ പേശികൾ അഥവാ സർക്കുലർ മസിൽസ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇതാണ് പ്യൂപ്പിൾ. അപ്പൊ ഈ പ്യൂപ്പിൾ ഇവിടെ ഉണ്ട്. ഈ പ്യൂപ്പിളിന് ചുറ്റും ആരുണ്ട്? വലയ പേശികൾ അഥവാ സർക്കുലർ മസിൽസ് ഉണ്ട്. അപ്പൊ ഈ സർക്കുലർ മസിൽസ് ഇങ്ങനെ നമ്മൾ ക്യാമറയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈറ്റ് അതിൽ കടത്തുമ്പോൾ നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ അടിയിലൊരു വട്ടം ഉണ്ടായിരിക്കില്ല, അതിൽ ചുരുക്കി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ക്യാമറയൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ സർക്കുലർ മസിൽസ് എന്ത് ചെയ്യുന്നു? വലയ പേശികൾ സങ്കോചിക്കുന്നു, കൺട്രാക്ട് ചെയ്യുന്നു. വലയ പേശികൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് കൺട്രാക്ട് ചെയ്യും. പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? അതനുസരിച്ച് കൺട്രാക്ട് ചെയ്യും. ഇവിടെ അത് റിലാക്സ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ കൺട്രാക്ഷൻ പറഞ്ഞത് നോക്കില്ലേ, അത് റിലാക്സ് ചെയ്യാൻ ചെയ്യാം. ഇത് വികസിക്കുന്നു. ഇവിടെ നിന്ന് പ്യൂപ്പിൾ ചുരുക്കുന്നു. എന്താ പറഞ്ഞത്? റേഡിയൽ കൂടുതൽ ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, അമിതമായിട്ട് ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ വലയ പേശികൾ സർക്കുലർ മസിൽസ് എന്ത് ചെയ്യുന്നു? കൺട്രാക്ട് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് പ്യൂപ്പിളും ചുരുങ്ങുന്നു. ഇനി ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? റേഡിയൽ മസിൽസ് ആണ്. റേഡിയൽ പേശികൾ കൺട്രാക്ട് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഇത് റിലാക്സ് ചെയ്യുന്നു, വികസിക്കുന്നു. പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഇങ്ങനെയാണ് കണ്ണിലേക്ക് ലൈറ്റ് ഇന്റൻസിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
മനസ്സിലായല്ലോ? അപ്പോൾ ഓവറായിട്ട് ലൈറ്റ് എത്താനും പാടില്ല, കുറവ് ലൈറ്റ് ആകാനും പാടില്ല. അങ്ങനെ കണ്ണിന് സ്വയം എന്നുള്ള കപ്പാസിറ്റി ഉണ്ട്, കണ്ണിലേക്ക് എത്രത്തോളം ലൈറ്റ് എൻ്റർ ചെയ്യണം, എത്രത്തോളം പ്രകാശം കടത്തി വിടണം എന്നൊക്കെ നിയന്ത്രിക്കാനുള്ള സംവിധാനം, ഒരു സിസ്റ്റം കണ്ണിന് തന്നെ ഉണ്ട്. മനസ്സിലായല്ലോ? റേഡിയൽ മസിൽസിന്റെയും സർക്കുലർ മസിൽസിന്റെയും ആക്ടിവിറ്റി മനസ്സിലായല്ലോ? റേഡിയൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു, പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നു. സർക്കുലർ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു, അപ്പോൾ പ്യൂപ്പിൾ കൺട്രാക്ട് ചെയ്യുന്നു. എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ചിത്രമൊക്കെ വരച്ച് നിങ്ങൾ ഭാഗങ്ങൾ അടയാളപ്പെടുത്തലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണിന്റെ ചെറിയൊരു പ്രത്യേകതയെ കുറിച്ചാണ്. നമുക്കറിയാം, നമുക്ക് അടുത്തുള്ള വസ്തുക്കളെയും അതുപോലെ അകലെയുള്ള വസ്തുക്കളെയും ഒരേപോലെ കാണാൻ സാധിക്കും, അല്ലെ? ഇപ്പൊ അടുത്തുള്ള നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു സാധനത്തെയും അതുപോലെ ദൂരെയുള്ള ഒരു മരത്തിനെ അല്ലെങ്കിൽ ദൂരെയുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പണ്ട് UP ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ബേസിക് സയൻസിൽ ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു മിററും ഒരു ലെൻസും അതുപോലെ ഒരു ബോർഡൊക്കെ സ്ക്രീനിൽ വെച്ച് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിനെ പരീക്ഷണം ചെയ്ത് നോക്കുന്നുണ്ടോ? അതിന്റെ ഇമേജ് കറക്റ്റ് ആയിട്ട് ഒരു സ്ക്രീനിൽ വന്ന് പതിക്കുന്നു, തലകുത്തനെ വന്ന് പതിക്കുന്നു, അഥവാ അങ്ങനെ പതിക്കാൻ കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വസ്തുവിനേക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കൃത്യമായിട്ട് കാണുകയോ ഒന്നുകിൽ ആ ഒബ്ജക്റ്റിന്റെ സ്ഥാനം മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ആ ലെൻസിന്റെ സ്ഥാനം മാറ്റി കൊടുക്കണം, വേണ്ടേ? പക്ഷേ നമ്മളിപ്പോ അടുത്തുള്ള വസ്തുവിനെ അകലെയുള്ള വസ്തുവിനെ നമുക്ക് അങ്ങോട്ട് പോകാതെ തന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് കാണാൻ സാധിക്കുന്നത്? അകലെയുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് എന്തെല്ലാം പ്രത്യേകതകളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന ലെൻസാണ് ഇത് കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസിന്റെ ഇവിടെ ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാണത്? എന്താണ്? ലിഗമെന്റ്സ് അഥവാ സ്നായുക്കൾ കാണപ്പെടുന്നു. ഈ സ്നായുക്കളുടെ പുറമെ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് സിലിയറി മസിൽസ് ഉണ്ട്. സിലിയറി മസിൽസ് ഈ ലെൻസിന്റെ ഇവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് സിലിയറി മസിൽസും അതുപോലെ ലിഗമെന്റ്സ് സ്നായുക്കൾ ഉപയോഗിച്ചിട്ടാണ്, അല്ലെ? ഇവിടെ ചെറിയ 4 പോലെ ഭാഗം ഇതാണ്, ഇത് ലിഗമെന്റ്സ് അഥവാ സ്നായുക്കൾ. അതുപോലെ അതിന് പുറമെ സിലിയറി മസിൽസ് കാണപ്പെടുന്നുണ്ട്. അപ്പോ നമ്മൾ അടുത്തുള്ള ഒരു വസ്തുവിനെ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ അടുത്തുള്ള ഒരു വസ്തു, ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൃത്യമായിട്ട് കാണാൻ വിചാരിക്കുക. അടുത്തുള്ള ഒരു വസ്തു, ഈ അടുത്തുള്ള വസ്തുവിനെ കാണുന്ന സമയത്ത് എങ്ങനെയാണ് കൃത്യമായിട്ട് എവിടെയാണ് ഈ വസ്തുവിന്റെ ഇമേജ് ഉണ്ടാവേണ്ടത്? നമുക്കറിയാം, നമ്മുടെ കണ്ണിൽ ഇത് ഏറ്റവും അകത്തുള്ള പാളിയായിട്ട് ഏതാണ്? റെറ്റിനയിലാണ് രൂപപ്പെടുന്നത്. അപ്പൊ കൃത്യമായിട്ട് എങ്ങനെയാണിത് ഈ ഒരു ഒബ്ജക്റ്റ് കൃത്യമായി റെറ്റിനയിൽ ഫോം ചെയ്യുന്നത്? എന്താ വേറെ എവിടെയെങ്കിലും പോയിട്ട് അക്വസ് ധ്രുവത്തിലോ വിട്രിയസ് ധ്രുവത്തിലോ പോയിട്ട് ഫോം ചെയ്യാത്തതുകൊണ്ടാണ്. അത് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് നമ്മുടെ സീലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യും. സീലിയറി മസിൽസ് എന്ത് ചെയ്യുന്നു? സീലിയറി പേശികൾ സങ്കോചിക്കും. സീലിയറി പേശികൾ സങ്കോചിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും ഒന്നിങ്ങനെ സങ്കോചിച്ചു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് 4 പോലുള്ള ഭാഗമാണ് ഇത്. ഈ 4 പോലെയുള്ള ഭാഗം എന്ത് ചെയ്യും? ഒന്ന് അയഞ്ഞു കൊടുക്കും, അത് റിലാക്സ് ചെയ്യും. റിലാക്സ് ചെയ്യേ, വലിഞ്ഞു നിൽക്കുന്ന ഒരു നൂലാൻ ചോദിക്കുക, അതൊന്ന് ചുരുക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ നൂലിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കിടക്കും. ഇതേപോലെ സീലിയറി പേശികൾ, സീലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിഗമെന്റ്സ് എന്ത് ചെയ്യുന്നു? അതുപോലെ സ്നായുകൾ എന്ത് ചെയ്യുന്നു? അത് റിലാക്സ് ചെയ്യുന്നു, അത് അയഞ്ഞു. ഇങ്ങനെ അയയുന്ന സമയത്ത് നമ്മുടെ ലെൻസിന്റെ എന്ത് കൂടും? വക്രത ഇൻക്രീസ് ചെയ്യും. ലെൻസിന്റെ നോർമൽ ഇരിക്കുകയാണെങ്കിൽ ലെൻസിന്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, അതിന്റെ വക്രതയിൽ വ്യത്യാസം വരും. വക്രതയിൽ വ്യത്യാസം വരുന്നതോ അഥവാ കർവേച്ചറിൽ ഒരു ചെറിയ ചേഞ്ച് അവിടെ വരും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സീലിയർ എന്താണ് പറയുന്നത്? അടുത്തുള്ള ഒരു വസ്തുവിനെ നമ്മൾ നോക്കുക. അടുത്തുള്ള ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ലെൻസ് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുക. കൃത്യമായിട്ട് ലെൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ലെൻസിന് ബന്ധിപ്പിച്ചിരിക്കുന്ന എൻ്റെ കൈ എന്ന് പറയുന്ന സംഭവം ഇവിടെ സീലിയറി മസിൽസ് ആണ് വിചാരിക്കുക. ഈ സീലിയറി മസിൽസ് ഞാൻ ഒന്ന് കൺട്രാക്ട് ചെയ്യണം. സീലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് സീലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്ത് ചുരുങ്ങി കഴിഞ്ഞാൽ താഴെയുള്ള ലിഗമെന്റ്സ്, ഈ 2 ലിഗമെന്റ്സ് എന്ത് ചെയ്യും? അതൊന്ന് അയഞ്ഞു പോകും. അതിങ്ങനെ അയഞ്ഞു പോയി കഴിഞ്ഞാൽ ലെൻസ് എന്ത് ചെയ്യും? ഒന്ന് വളവ് കൂടും, കർവേച്ചർ കൂടും, വക്രത കൂടും. വക്രത കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചു, 9ാം ക്ലാസ്സിൽ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. ആ വളയുന്നതിന് പറയുന്ന പേരാണത്
അതിന്റെ കർവേച്ചർ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, വക്രത പഠിച്ചിട്ടുണ്ട്, കർവേച്ചർ അല്ലേ. അപ്പൊ ലെൻസിന്റെ കർവേച്ചർ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വർഷം, അതിന്റെ ഫോക്കൽ ലെങ്ത്തിൽ എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടാകുക, അതിന്റെ ഫോക്കൽ ദൂരത്തിൽ എന്ത് മാറ്റം ഉണ്ടാകും. വക്രത കൂടിക്കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യുന്നു, ഫോക്കൽ ലെങ്ത് കുറയുന്നു, ഫോക്കൽ ദൂരം കുറയുന്നു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അടുത്തുള്ള ഒരു വസ്തുവിനെ നമ്മൾ നോക്കിയപ്പോ നമ്മുടെ സീലിയറി മസിൽസ്, സീലിയറി പേശികളും ലിഗമെന്റ്സ് ഇങ്ങനെ നിൽക്കുന്ന സീലിയറി പേശികൾ അവരും താഴേക്ക് വന്ന് കുരുങ്ങി, അല്ലെങ്കിൽ അവരൊന്ന് കൺട്രാക്ട് ചെയ്യും, ഒന്ന് ചുരുങ്ങി. അങ്ങനെ ചുരുങ്ങിയ സമയത്ത് ഇതിനിടയ്ക്കുള്ള ലെൻസ് ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് തള്ളി. അപ്പൊ അതിന് എന്തും കൂടി, അതിന്റെ കർവേച്ചർ, അതിന്റെ വളവ് ഒന്നും കൂടി, വക്രത കൂടി. അതിന്റെ വക്രത കൂടിയപ്പോ എന്ത് കൂടുന്നു, എന്ത് കുറയുന്നു? ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കൽ ദൂരം കുറയുന്നു. അങ്ങനെ കുറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തുള്ള വസ്തുവിനെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, കാണാൻ സാധിക്കുന്നു. ഇതുപോലെ അകലെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ, ദൂരെയുള്ള വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ദൂരെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ ലെൻസിന് പുറമെ ആരുണ്ട്? സീലിയറി ലിഗമെന്റ്സ് ഉണ്ട്, അതുപോലെ സീലിയറി മസിൽ, സീലിയറി പേശികളും കാണപ്പെടുന്നുണ്ട്. ദൂരെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ നോക്കുന്നു, ദൂരെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സീലിയറി പേശികൾ, സീലിയറി മസിൽസും ലിഗമെന്റ്സും എന്ത് ചെയ്യുന്നു, അവരൊന്നായിട്ട് വലിഞ്ഞു. ഇവർ പിടിച്ച് രണ്ട് ഭാഗത്തേക്ക് വലിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോ ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ലെൻസ് ഇങ്ങനെ വളഞ്ഞു നിൽക്കുക, ഇതിനെ രണ്ട് ഭാഗം പിടിച്ച് നന്നായിട്ട് വലിച്ചു. അപ്പൊ എന്ത് ചെയ്യുന്നു, നന്നായി സ്ട്രെച്ച് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ, നല്ലതായിട്ട് വലിഞ്ഞു നിൽക്കുക. അപ്പൊ അങ്ങനെ വലിഞ്ഞു നിൽക്കുമ്പോൾ ഇതിന്റെ എന്ത് കുറയുന്നു? ഇതിന്റെ കർവേച്ചറിൽ വ്യത്യാസം വരുന്നു. കർവേച്ചർ കൂടുകയാണ് കുറയാണ്? കർവേച്ചർ കുറയുന്നു. അതിന് വക്രത കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് കൂടുന്നു കുട്ടികളെ? ഫോക്കൽ ലെങ്ത് കൂടും, ഫോക്കൽ ദൂരം കൂടും. കർവേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഫോക്കൽ ദൂരം കൂടുന്നു. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൂരെയുള്ള ഒരു വസ്തുവിനെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ കണ്ണിന്റെ ലെൻസിന്റെ സ്ഥാനം മാറ്റിയോ, ഒബ്ജക്റ്റിന്റെ സ്ഥാനം അടുത്തേക്ക് കൊണ്ടുവരികയോ ചെയ്തോ? ഇല്ല. നമ്മൾക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് ക്യാമറകൾ കണ്ടുപിടിച്ചില്ലേ, നമുക്ക് കൃത്യമായിട്ട് ഫോണിൽ എന്ത് ചെയ്യാം, ക്യാമറ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ദൂരെയുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് ഫോക്കസ്, നല്ല ക്ലാരിറ്റിയോട് കൂടി അതിനെ കൊണ്ടുവരാൻ സാധിക്കും. കൃത്യമായിട്ട് ക്ലാരിറ്റി ഒന്നും നഷ്ടപ്പെടാൻ നമുക്കത് കിട്ടുക, ഇമേജ് അവിടെ കിട്ടും. ഇതേപോലെ നമ്മുടെ കണ്ണിന്റെ ഏറ്റവും വലിയ, ഇങ്ങനെ ലെൻസിന്റെ സ്ഥാനം മാറ്റാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമ്മൾ നിൽക്കുന്ന സ്ഥാനം മാറ്റാതെ നമുക്ക് കൃത്യമായിട്ട് ഒബ്ജക്റ്റിനെ ദൂരെയുള്ളതിനെയും അകലെയുള്ളതിനെയും അടുത്തുള്ളതിനെയും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോ എന്താണ് ഇതിന്റെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, ദൂരെയുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത്? അകലം കൂടുമ്പോൾ അഥവാ ദൂരെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് നമ്മൾ കാണുമ്പോൾ, കാണുമ്പോഴും അതുപോലെ നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പോഴും എന്തെല്ലാം ഡിഫറൻസ് ആണുള്ളത് നോക്കിക്കോളൂ. ദൂരെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും കാണുമ്പോൾ, നമ്മൾ പറഞ്ഞു, അടുത്തുള്ള വസ്തുവിനെ കാണുമ്പോൾ എന്താ സംഭവിക്കുക? സീലിയറി മസിൽസ് സംഭവിക്കും. സീലിയറി പേശികൾ എന്ത് ചെയ്യുന്നു? അവര് കൺട്രാക്ട് ചെയ്യുന്നു, അവർ ചുരുങ്ങുന്നു അല്ലെ, അവര് കൺട്രാക്ട് ചെയ്യുന്നു. അത് കൺട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ സീലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കൂടും? ലിഗമെന്റ്സ് അയഞ്ഞു പോകും. ലിഗമെന്റ്സ് എന്താ സംഭവിക്കും? ലിഗമെന്റ്സ് അയഞ്ഞു പോകുന്നു, റിലാക്സ് ചെയ്യുന്നു. ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യുമ്പോൾ ലെൻസിന്റെ എന്ത് കൂടുന്നു? കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. കർവേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയുന്നു. ഇങ്ങനെ നമുക്ക് അടുത്ത വസ്തുവിനെ കാണാൻ സാധിക്കും. ഇതിനെ നേരെ എഗ്രീസ് ആയിട്ട് എന്തായാലും പഠിക്കും. ഒരു ഭാഗം പഠിച്ചാൽ മതി, അതിന്റെ കൺഫ്യൂഷൻ ആവും. ഒന്ന് പഠിക്കാം, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏത് വരുന്നത്? ഡിസ്റ്റന്റ് ഒബ്ജക്ട് നമ്മൾ കാണുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണാൻ നമുക്ക് ലെൻസിന്റെ സ്ഥാനം മാറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ ലെൻസിന്റെ കർവേച്ചറിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെ പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അഥവാ സമഞ്ജനക്ഷമത. എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമഞ്ജനക്ഷമത? ലെൻസിന്റെ സ്ഥാനം നമ്മൾ മാറ്റുന്നില്ല, ലെൻസിന്റെ പൊസിഷൻ നമ്മൾ മാറ്റുന്നില്ല, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നു? അകലെയുള്ള വസ്തുവിനെ അടുത്തുള്ള വസ്തു ഒരേപോലെ കാണാൻ സഹായിക്കുന്നു. എങ്ങനെ കാണാൻ സാധിക്കുന്നു? ബൈ ചേഞ്ചിങ് ദ
കർവേച്ചർ ഓഫ് ദ ലെൻസ്. ലെൻസിന്റെ കർവേച്ചർ മാറ്റം വരുത്തി അങ്ങനെ ഫോക്കൽ ലെങ്ത് ക്രമീകരിച്ചുകൊണ്ട് ഫോക്കൽ ലെങ്ത് അതുപോലെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായി ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെയും നിയർ ബൈ ഒബ്ജക്റ്റിനെയും കാണാൻ സാധിക്കുന്നു. ഈ ഒരു കണ്ണിന്റെ എബിലിറ്റിയെ പറയുന്ന പേരാണ്, കണ്ണിന്റെ ഈ ഒരു കഴിവിനെ പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. പവർ ഓഫ് അക്കോമഡേഷൻ സംബന്ധനക്ഷമത എന്താണെന്ന് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അടുത്തത് നമുക്ക് പറയാനുള്ളത് കെമിസ്ട്രി ബിഹൈൻഡ് വിഷൻ. കാഴ്ചയുടെ പിന്നിലെ രസതന്ത്രം എന്താണ്? ഇവിടെ നമുക്ക് കുറച്ച് കെമിസ്ട്രി പറയാനുണ്ട്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു കെമിസ്ട്രി? ഒരു തവണ പരീക്ഷയ്ക്ക് നേരെ ചോദിച്ചു, വാട്ട് ഈസ് ദ കെമിസ്ട്രി ബിഹൈൻഡ് വിഷൻ? എല്ലാവരും ഒന്നുമില്ല, എന്താണ് കെമിസ്ട്രി? എന്താ കെമിസ്ട്രി? ഒന്നുമില്ല. കുറച്ച് എങ്ങനെയാണ് നമ്മൾ കണ്ണിലൂടെ നമുക്ക് കാഴ്ച ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പൊ കെമിസ്ട്രി ബിഹൈൻഡ് വിഷൻ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ പറഞ്ഞു കണ്ണില് നമുക്ക് എന്തുണ്ട്? പ്രകാശത്തെ സ്വീകരിക്കാൻ കണ്ണിലുള്ള സ്റ്റിമുലസ് എന്താണ് നമ്മൾ പറഞ്ഞു. എന്താണ് കണ്ണിലെ സ്റ്റിമുലസ്? എന്താണ് കണ്ണിലേക്ക് വരുന്ന ഉദ്ദീപനം? എന്താണ് കണ്ണ് എന്താ സ്വീകരിക്കുന്നത്? നമ്മളൊരു വസ്തുവിനെ കാണുന്നു. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്ന സമയത്ത് ഞാൻ എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ എന്നെ നിങ്ങൾ കണ്ണിലേക്ക് അത് കാണാൻ കാരണം എന്താണ്? അവിടെ സ്റ്റിമുലസ് ആയിട്ടുള്ളത് ലൈറ്റ് ആണ്, പ്രകാശമാണ്. ലൈറ്റ് ആണ് അവിടെ സ്റ്റിമുലസ്. അപ്പൊ ലൈറ്റ് നിങ്ങളെ കണ്ണിലേക്ക് വരുന്നു. നിങ്ങളുടെ ഏതിലെവിടെയാണ് ആദ്യം പ്രവേശിച്ചത്? നിങ്ങൾ പഠിച്ചത് കോർണിയ വഴി നിങ്ങളുടെ എവിടെ എത്തുന്നു? റെറ്റിനയിലെത്തും. റെറ്റിനയിലാണ് ആര് കാണപ്പെടുന്നത്? ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്. ആരാണ്? ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് അഥവാ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നു. പ്രകാശഗ്രാഹികൾ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട് അല്ലേ? ഈ ഫോട്ടോ റിസെപ്റ്റേഴ്സ് എവിടെ കാണപ്പെടുന്നത്? റെറ്റിനയിലാണ് കാണപ്പെടുന്നത് അഥവാ ദൃഷ്ടിപടലത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ ദൃഷ്ടിപടലത്തിലേക്കാണ് ആര് വരുന്നത്? ലൈറ്റ് വരുന്നത്. ലൈറ്റ് നേരെ വന്ന് എവിടെ പതിക്കുന്നു? ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ പതിക്കുന്നു. ലൈറ്റ് എന്താണ്? ഒരു ഉദ്ദീപനമാണ്. ഉദ്ദീപനം അഥവാ സ്റ്റിമുലസ് ആണ്. ഈ സ്റ്റിമുലസ് ഇവിടെ പതിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാകുന്നു? ഇവിടെ ഒരു ഇമ്പൾസ് ഉണ്ടാകുന്നു, ആവേഗം ഉണ്ടാകുന്നു അല്ലേ? ആവേഗം അഥവാ ഇമ്പൾസ് ഉണ്ടാകുന്നു. അപ്പോ ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഉദ്ദീപനം, ഈ ഒരു സ്റ്റിമുലസ് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഇമ്പൾസ് ഉണ്ടാവുക, ആവേഗം ഉണ്ടാകുക. ഇങ്ങനെ ഉണ്ടാകാൻ ഫോട്ടോ റിസെപ്റ്റേഴ്സ് രണ്ട് തരം ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് കാണപ്പെടുന്നത്. ശ്രദ്ധിക്കുക, റോഡ് കോശങ്ങൾ, റോഡ് സെൽസും അതുപോലെ കോൺ സെൽസും. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും രണ്ട് തരത്തിലുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സ്, രണ്ട് തരത്തിലുള്ള പ്രകാശഗ്രാഹികളാണ് നമുക്കുള്ളത്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് രണ്ട് തരമാണ്, റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. റോഡ് കോശങ്ങളുണ്ട്, കോൺ കോശങ്ങളുണ്ട്. എവിടെയാണ് കാണപ്പെടുന്നത്? റെറ്റിനയിലാണ് കാണപ്പെടുന്നത്. മാക്സിമം നമ്പർ ഓഫ് ഫോട്ടോ റിസെപ്റ്റർ എവിടെ കാണപ്പെടുന്നത്? യെല്ലോ സ്പോട്ട്, പീത ബിന്ദുവിലാണ് ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ റോഡ് സെൽസും കോൺ സെൽസും എന്താണ് നമുക്ക് നോക്കാം. റോഡ് സെൽസും കോൺ സെൽസും എന്ന് പറഞ്ഞാൽ, റോഡ് സെല്ലും കോൺ സെല്ലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ വ്യക്തമായ പിക്ചർ ഉണ്ട്. നോക്കാം, ഒരു റോഡ് ആകൃതിയിൽ, ഒരു ദണ്ഡാകൃതിയിൽ ഇങ്ങനെ അറ്റത്ത് ഒരു ദണ്ഡാകൃതിയിൽ ഒരു റോഡ് ഷേപ്പിൽ കാണപ്പെടുന്ന കോശമായിരിക്കും റോഡ് സെൽ. എപ്പോഴും കോൺ ഐസ്ക്രീം ഒക്കെ നമ്മൾ കഴിക്കുന്നതാണ്. ഒരു അറ്റത്ത് എന്ത് ചെയ്യുന്നു? ഒരു കോൺ ആകൃതിയിൽ, ഒരു കോൺ ഷേപ്പ് ടിപ്പിലാണ് വരുന്നത് കേട്ടോ. ബാക്കി ഭാഗം അതിന്റെ താഴേക്കുണ്ട്, ഇതുപോലെ താഴേക്കും ഇതുപോലെ ഭാഗമുണ്ട്. ഇതേപോലെ മുകൾ അറ്റം ഏറ്റവും ടിപ്പ് മാത്രം നോക്കുക, അറ്റത്ത് പരന്ന ഭാഗത്താണ് പരന്നതുപോലെ കാണപ്പെടുകയാണെങ്കിൽ റോഡ് സെല്ലും, അതുപോലെ കോൺ ഷേപ്പിലാണ് കാണപ്പെടുകയാണെങ്കിൽ കോൺ സെൽ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ചിത്രം തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പൊ ഈ പെട്ടെന്ന് രണ്ടും കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് കൃത്യമായ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം വ്യക്തമായിട്ട് നോക്കിപ്പോ. എല്ലാ ചിത്രങ്ങളും പാഠപുസ്തകം നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കണം. ഏത് ചിത്രവും പരീക്ഷയ്ക്ക് ചോദിക്കാം, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ റോഡ് സെൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, റോഡ് ആകൃതിയിൽ കാണപ്പെടുന്നു. കോൺ സെൽ എന്താണ്? കോൺ ഷേപ്പിൽ കാണപ്പെടുന്നു. ദെൻ റോഡ് സെല്ലിൽ ഒരു പിഗ്മെന്റ് കാണപ്പെടുന്നുണ്ട്. ആ പിഗ്മെന്റിന്റെ പേരാണ് റോഡോപ്സിൻ. റോഡോപ്സിൻ. അപ്പോ റോഡ് സെൽസിൽ, റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് ഇത് റോഡോപ്സിൻ എന്ന് പറയുന്നത്. ഈ റോഡോപ്സിൻ എന്ന് പറഞ്ഞാൽ റോഡോപ്സിൻ ഉണ്ടാക്കിയിട്ട് രണ്ട് പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. റോഡോപ്സിൻ റോഡോപ്സിൻ എന്ന് പറയുന്ന ഈ ഒരു പിഗ്മെന്റ് അഥവാ ഈ ഒരു പിഗ്മെന്റ്, ഈ ഒരു വർണ്ണവസ്തു നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് പദാർത്ഥം, രണ്ട് സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ്. ഏതൊക്കെയാ നോക്കാം. ഓപ്സിനും റെറ്റിനാൽ. ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. ഓപ്സിൻ, റെറ്റിനാൽ എന്നീ പദാർത്ഥങ്ങൾ ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒരു പിഗ്മെന്റ്, ഒരു വർണ്ണവസ്തുവാണ് ഇത് നമ്മുടെ റോഡോപ്സിൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഓപ്സിൻ? ഓപ്സിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ഡെറിവേറ്റീവ്. ഒരു പ്രോട്ടീനാണ്.
ഒരു പ്രോട്ടീൻ ആണ് ഇത് ഓക്സിൻ എന്ന് പറഞ്ഞാൽ. ഓക്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും റെറ്റിനാൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെറിവേറ്റീവ് ഓഫ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു ഡെറിവേറ്റീവ് ആണ്, ഒരു പദാർത്ഥമാണ് ഇത് റെറ്റിനാൽ. ഈ രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടായിട്ടുള്ളത്, റോഡോപ്സിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. റോഡോപ്സിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് അവിടെ ഫോം ചെയ്തത് ഓക്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും റെറ്റിനാൽ എന്ന് പറയുന്ന വിറ്റാമിൻ എയുടെ ഡെറിവേറ്റീവ് കൂടി ചേർന്നിട്ടാണ് റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഫോം ചെയ്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ അടുത്തൊന്ന് നോക്കുക, കോൺ സെൽ. കോൺ കോശങ്ങളിൽ, കോൺ സെൽസിൽ കാണപ്പെടുന്ന ഇതുപോലെ പിഗ്മെന്റ് കോൺ സെൽസിൽ കാണപ്പെടുന്നുണ്ട്. ആ പിഗ്മെന്റ് ആണ് ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിന് മറ്റൊരു പേരും അറിയപ്പെടുന്നു അയഡോപ്സിൻ. ഫോട്ടോപ്സിൻ അഥവാ അയഡോപ്സിൻ. ഫോട്ടോപ്സിൻ അഥവാ അയഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് എന്ന് പറയുന്ന വർണ്ണവസ്തു കാണപ്പെടുന്നത് എവിടെയാണ്? കോൺ കോശങ്ങളിലാണ്, കോൺ സെൽസിലാണ് കാണപ്പെടുന്നത്. അപ്പൊ നോക്കുക, ബേസിക് ആയിട്ട് കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്, ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്, ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റും ഉണ്ടായിട്ടുള്ളത് ഇതേ പദാർത്ഥങ്ങൾ ചേർന്നതാണ്. ഓക്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും റെറ്റിനാൽ എന്ന് പറയുന്ന വിറ്റാമിൻ എയുടെ ഡെറിവേറ്റീവ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, ഈ ഫോട്ടോപ്സിൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോ നമ്മുടെ കണ്ണില്, നമ്മുടെ ഐയില് രണ്ട് തരത്തിലുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സ്, പ്രകാശഗ്രാഹികളാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സ്, പ്രകാശഗ്രാഹികള്? റോഡ് കോശങ്ങളുണ്ട്, അതുപോലെ കോൺ കോശങ്ങളുമുണ്ട്. റോഡ് സെൽസും കോൺ സെൽസും. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് ഇത് റോഡോപ്സിൻ. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് ഫോട്ടോപ്സിൻ. റോഡ് സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് റോഡോപ്സിനും കോൺ സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ഫോട്ടോപ്സിനും. ദെൻ ഈ റോഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ടായിട്ടുള്ളത്, അത് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് വസ്തുക്കൾ ചേർന്നിട്ടാണ്. നോക്കുക, ഓപ്സിനും റെറ്റിനാലും എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ ചേർന്നിട്ടാണ് നമ്മുടെ റോഡോപ്സിനും ഫോട്ടോപ്സിനും എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഓപ്സിൻ? ഓപ്സിൻ ഇസ് എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ തന്മാത്രയാണ്, പ്രോട്ടീൻ മോളിക്യൂൾ ആണ് ഇത് ഓപ്സിൻ. അതുപോലെ റെറ്റിനാൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെറിവേറ്റീവ് ഓഫ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ, ജീവകം എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്, ഒരു വിഭാഗമാണ് ഇത്, അതിലൊരു ഉപോൽപ്പന്നമാണ് ഇത് റെറ്റിനാൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് രണ്ടും ചേർന്നിട്ടാണ് റോഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ടായിട്ടുള്ളത്. ഇthen നോക്കുക, ഫോട്ടോപ്സിന് മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു, എന്താണത്? അയഡോപ്സിൻ എന്ന് പറയും. അയഡോപ്സിൻ എന്ന് പറയും. then ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. what is the function of rod cells and cone cells? rod cellsന്റെ ഫങ്ഷൻ നമുക്കറിയാം. റോഡ് സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു വസ്തുവാണ് ഇത് റോഡ് സെൽസ്, റോഡ് കോശങ്ങൾ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് റോഡ് കോശങ്ങൾ, റോഡ് സെൽസ്. അപ്പൊ ഈ റോഡ് സെൽസ്, നിങ്ങൾക്കറിയാം, റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി പോകുന്ന, നമ്മൾ നടന്നു പോകുന്ന റോഡ്, എന്താണ് റോഡിന്റെ നിറം? ഇരുണ്ട നിറമാണ്, അല്ലെങ്കിൽ കറുത്ത കളറാണ്, ഡാർക്ക് കളറാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഡിം ലൈറ്റ് വിഷനെ സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? ഡിം ലൈറ്റ് വിഷനെ സഹായിക്കുന്ന ആൾക്കാരാണ് ഡിം ലൈറ്റ് വിഷൻ അഥവാ ഇരുണ്ട പ്രകാശത്തിൽ കാണാൻ സഹായിക്കുന്ന ആളുകളാണ് ആര്? നമ്മുടെ റോഡ് കോശം. റോഡ് കോശം എന്താ? ഡിം ലൈറ്റ് വിഷൻ. ഓർത്തേക്ക് നടക്കുന്നത് ഞാൻ പറഞ്ഞ റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ് നമ്മൾ ROAD റോഡ് എന്താണ്? നടന്നു പോകുന്ന റോഡ് ഇരുണ്ട നിറത്തെ കറുപ്പ് കളറിലാണല്ലേ. അപ്പൊ അതുകൊണ്ട് കറുപ്പ് കളറാണ്. അപ്പൊ ഇരുണ്ട പ്രകാശത്തിൽ, അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ആണ് ആര് സഹായിക്കുക? നമ്മൾ വസ്തുക്കളെ കാണാൻ സഹായിക്കുക, ഇരുണ്ട പ്രകാശം ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന ആളുകളാണ് ആര്? റോഡ് സെൽസ്. കണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സെൽസും ഏതാണ്? റോഡ് സെൽസ് ആണ്. ദെൻ രണ്ടാമത്തെ സെല്ലാണ് കോൺ സെൽസ് അല്ലെ, കോൺ സെൽസ്. അപ്പൊ ഈ കോൺ സെൽസിന്റെ പ്രത്യേകത നമുക്ക് അറിയാം, നമ്മൾ ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷനിൽ അല്ല നമ്മൾ കാണുന്നത്, ആണോ? അല്ല, നമ്മൾ എപ്പോഴും വസ്തുക്കളെ പല നിറങ്ങളിൽ നമുക്ക് കാണാൻ സഹായിക്കുന്നു അല്ലെ. പ്രൈമറി കളേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെയാ? ഗ്രീൻ, റെഡ് ആൻഡ് ബ്ലൂ അല്ലെ. പച്ച, നീല, ചുവപ്പ്, ഈ മൂന്ന് പ്രാഥമിക വർണ്ണങ്ങൾ നിങ്ങൾ പഠിച്ചതാണ്. ഈ പ്രാഥമിക വർണ്ണങ്ങളെ, പ്രൈമറി കളേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന കോശങ്ങളാണ് ഇത് ഈ കോൺ സെൽസ്. മനസ്സിലായോ? അപ്പൊ എന്താ ഇവിടെ വിഷൻ സഹായിക്കുന്ന, എന്താ? കളർ വിഷനെ സഹായിക്കുന്ന ആൾക്കാരാണ്. ഇതെന്താണ്? ഡിം ലൈറ്റ് വിഷനെ സഹായിക്കുന്ന ആൾക്കാരാണ്. ഇത് നമ്മുടെ വസ്തുക്കളെ കൃത്യമായി കാണാനും നിറങ്ങളോട് കൂടി കാണാനും. ഏതൊക്കെയാ? ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്. പച്ച, നീല, ചുവപ്പ് എന്ന് പറയുന്ന ഈ മൂന്ന് പ്രാഥമിക വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പിഗ്മെന്റ് ആണ്, വർണ്ണവസ്തുവാണ് നമ്മുടെ
കോൺ സെൽസും അതുപോലെ അതിൽ കാണപ്പെടുന്ന നമ്മുടെ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്. അപ്പൊ നോക്കുക, എന്തുകൊണ്ടാണ് നമുക്ക് പച്ച, നീല, ചുവപ്പ് ഈ 3 വ്യത്യസ്ത നിറങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അതിന് കാരണം നമ്മുടെ കണ്ണില് 3 തരത്തിലുള്ള കോൺ സെൽസ് കാണപ്പെടുന്നുണ്ട്, 3 തരത്തിലുള്ള കോൺ കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാ? പച്ച നിറത്തെ തിരിച്ചറിയുന്ന ഒരു കോൺ കോശവും, ചുവപ്പ് നിറത്തെ തിരിച്ചറിയുന്ന കോൺ കോശവും, അതുപോലെ നീല നിറത്തെ തിരിച്ചറിയുന്ന കോൺ കോശവും. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ 3 തരത്തിലുള്ള കോൺ കോശങ്ങൾ കാണപ്പെടാൻ കാരണം? 3 തരത്തിലുള്ള കോൺ കോശങ്ങൾ കാണപ്പെടാൻ കാരണം നമ്മൾ പഠിച്ചു, ഇത്തരത്തിലുള്ള വർണ്ണകങ്ങൾ ഉണ്ടാകുന്നത് ഓപ്സിനും റെറ്റിനാലും ചേർന്നിട്ടാണ്. ഓപ്സിൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്സിൻ എന്താണ്? ഇറ്റ്സ് എ പ്രോട്ടീൻ. അതൊരു പ്രോട്ടീൻ ആണ്. അപ്പൊ പ്രോട്ടീന്റെ ബേസിക് കമ്പോണന്റ് എന്താ നിങ്ങൾ പഠിച്ചതാണ്? എന്താണ് പ്രോട്ടീന്റെ അടിസ്ഥാന ഘടകം? എന്താണത്? അമിനോ ആസിഡ് ആണ് അല്ലേ? അപ്പൊ അമിനോ ആസിഡ്സ് ചേർന്നാണ് ഈ പ്രോട്ടീൻ ഉണ്ടാവുക. അത്തരത്തിലൊരു പ്രോട്ടീൻ ആണ് ആര്? നമ്മുടെ ഓപ്സിൻ എന്ന് പറഞ്ഞാൽ. അപ്പോ ഈ ഓരോ 3 തരത്തിലുള്ള 3 ടൈപ്പ് കോൺ സെൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 3 ടൈപ്പ് കോൺ സെൽസ് ഉണ്ട്. ഈ 3 ടൈപ്പ് കോൺ സെൽസ് ഉണ്ടാവാൻ കാരണം 3 ടൈപ്പിലും 3 വ്യത്യസ്തമായിട്ടുള്ള അമിനോ ആസിഡുകൾ കൊണ്ടാണ് ഓപ്സിൻ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് ചേർന്ന് ഉണ്ടാകുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്സിൻസ് എന്തായിരിക്കും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺ സെൽസ് അവിടെ ഫോം ചെയ്യാൻ കാരണമാകുന്നു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അല്ലെങ്കിൽ ഫോട്ടോസിൻ ഉണ്ടാവാൻ കാരണമാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 3 തരത്തിലുള്ള കോൺ കോശം, 3 തരത്തിലുള്ള നിറങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ 3 തരത്തിലുള്ള അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് ഈ ഓപ്സിൻ ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. എന്താണ് റോഡ് സെൽ, എന്താണ് കോൺ സെൽ, അതുപോലെ എന്താണ് റോഡോപ്സിൻ, എന്താണ് ഫോട്ടോസിൻ, എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത് മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് ദ കെമിസ്ട്രി ബിഹൈൻഡ് വിഷൻ, എന്താണ് നമ്മൾ കാഴ്ച എന്ന് പറയുന്ന, എങ്ങനെയാണ് നമുക്ക് കാഴ്ച ഉണ്ടാകുന്നത്? നമ്മൾ കണ്ണിന്റെ ഭാഗങ്ങൾ പഠിച്ചു, കണ്ണിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സ് പഠിച്ചു, കണ്ണിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സ് പഠിച്ചു. എങ്ങനെയാണ് കണ്ണിലെ കാഴ്ച എന്ന് പറയുന്ന അനുഭവം നമുക്ക് ഉണ്ടാകുന്നത്? നമുക്കറിയാം, നമ്മുടെ കണ്ണിന്റെ ഘടന നമ്മൾ പഠിച്ചാണല്ലേ. നമ്മുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും, അതുപോലെ ഉള്ളിൽ ആരാണുള്ളത്? ഉള്ളില് നമ്മുടെ റെറ്റിനയുണ്ട്. അപ്പൊ ഇതിലൂടെ പ്രകാശം, ലൈറ്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ കോർണിയ വഴി ഉള്ളിലേക്ക് വരുന്നു. കോർണിയ, അക്വസ് ചേമ്പർ, ലെൻസ്, വിട്രിയസ് ചേമ്പർ വഴി നമ്മുടെ യെല്ലോ സ്പോട്ട് അഥവാ റെറ്റിനയിൽ എത്തുന്നു. റെറ്റിനയിലാണ് ആരുള്ളത്? റോഡ് സെൽസും കോൺ സെൽസും കാണപ്പെടുന്നുണ്ട്. ഈ റോഡ് സെല്ലിലും കോൺ സെല്ലിലും ലൈറ്റ് എത്തുമ്പോഴാണ്, ലൈറ്റ് വന്ന് ഇവിടെ പതിക്കുമ്പോഴാണ്, ലൈറ്റ് വന്ന് ഇവിടെ ഫാൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഇവിടെ ഒരു ഇമ്പൾസ് ഉണ്ടാകുന്നത്, ആവേഗം ഉണ്ടാകുന്നത്, ഇമ്പൾസ് ഉണ്ടാകുന്നത് ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇമ്പൾസ് ഇവിടെ ഉണ്ടാവാൻ കാരണം? ഇമ്പൾസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കാം, ശ്രദ്ധിക്കുക. ഇമ്പൾസ് ഉണ്ടാവുന്നത് ലൈറ്റ് ഇത്തരത്തിൽ വന്ന് നമ്മുടെ റോഡ് കോശത്തിൽ വീണു എന്ന് വിചാരിക്കാം. റോഡ് കോശത്തിൽ, റോഡ് സെല്ലിൽ നമ്മുടെ ലൈറ്റ് വന്ന് വീണു. റോഡ് സെല്ലിൽ ലൈറ്റ് വന്ന് വീണു. റോഡ് സെല്ലിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ റോഡ് സെല്ലിൽ 2 തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? റെറ്റിനാലും ഓപ്സിനും. അങ്ങനെ റോഡ് സെല്ലിൽ കാണപ്പെടുന്ന ഒരു പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ എന്ന് നമ്മൾ പറഞ്ഞു. റോഡോപ്സിൻ എന്ന് പറഞ്ഞു. അപ്പൊ ലൈറ്റ് നേരെ വന്ന് ഈ റോഡോപ്സിനിൽ വീണ് കഴിഞ്ഞാൽ, ലൈറ്റ് നേരെ വന്ന് ഇവിടെ പതിച്ചു കഴിഞ്ഞാൽ ഉടനടി ചില കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായി ഈ റോഡോപ്സിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഓപ്സിനും റെറ്റിനാലുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓപ്സിനും റെറ്റിനാലുമായി വിഭജിക്കും. മനസ്സിലാക്കുക. പ്രകാശം, ലൈറ്റ് റോഡ് സെല്ലിൽ വന്ന് വീണ് കഴിഞ്ഞാൽ റോഡ് സെല്ലിലെ റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? എന്തായിട്ട് സ്പ്ലിറ്റ് ആവുന്നു? എന്തായിട്ട് വിഘടിക്കുന്നു? ഓപ്സിനും റെറ്റിനാലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, വിഘടിക്കുന്നു. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ, അഥവാ മങ്ങിയ പ്രകാശത്തിലൊക്കെ നമുക്ക് കാണണം അല്ലെ? മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാണണം, അതുപോലെ നല്ല പ്രകാശത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കണം. ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന, വിഷനെ സഹായിക്കുന്ന മറ്റൊരു സെൽ ഏതാണ്? കോൺ സെല്ലാണ് അല്ലെ? കോൺ സെല്ലിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ഏതായിരുന്നു? ഫോട്ടോപ്സിൻ ആണ്. ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ നമ്മളിപ്പോ പല നിറങ്ങൾ കാണുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ലൈറ്റ്, ഇത്തരത്തിലുള്ള നിറങ്ങൾ കാരണം ലൈറ്റ് നേരെ വന്ന് നമ്മുടെ എവിടെ പതിക്കുന്നു? കോൺ സെൽസിലുള്ള ഫോട്ടോപ്സിനിൽ പതിക്കുന്നു. ഫോട്ടോപ്സിനിൽ പതിച്ചു കഴിഞ്ഞാൽ ഉടനടി ഫോട്ടോപ്സിൻ എന്തായിട്ട് മാറുകയാണ്? നമ്മുടെ ഓപ്സിനും ഇതേ പറഞ്ഞതുപോലെ തന്നെ ഓപ്സിനും റെറ്റിനാലുമായി മാറുന്നു. ഓപ്സിനും റെറ്റിനാലുമായി ഇതേ സംഭവം തന്നെ. ഓപ്സിനും റെറ്റിനാലുമായി അതവിടെ
കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളൊരു വസ്തുവിനെ നമ്മൾ രാവിലെ നമ്മൾ പല സ്ഥലത്ത് നമുക്ക് ഒരു വസ്തു നമ്മൾ കാണുന്നുണ്ട്. ഈ കാണുന്ന സമയത്ത് നമ്മൾ റോഡ് സെൽസ് മുഴുവനും റോഡോപ്സിൻ മുഴുവനും ഓക്സിജൻ റെറ്റിനോലായിട്ട് മാറി, അതുപോലെ ഫോട്ടോപ്സിൻ മുഴുവൻ ഓക്സിജൻ റെറ്റിനോലായിട്ട് മാറി. അങ്ങനെ കണ്ണിലുള്ള മുഴുവൻ റോഡോപ്സിനും ഫോട്ടോപ്സിനും ഇതുപോലെ ഘടകങ്ങളായിട്ട് മാറി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാഴ്ച ഉണ്ടാവോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ വസ്തു ഇതൊരു റിവേഴ്സ് റിയാക്ഷൻ ആണ്. ഇവിടെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് തിരിച്ചെന്ത് ചെയ്യും? പ്രവർത്തനങ്ങൾ പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ അല്ലേ? രാസപ്രവർത്തനം നടക്കുമ്പോൾ ബാക്ക്വേർഡ് ഫോർവേഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ഇതേപോലെ റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഓക്സിനും റെറ്റിനാലുമായിട്ട് ഒരു ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് ഓക്സിനും റെറ്റിനാലും എന്ത് ചെയ്യുന്നു? പുരോപ്രവർത്തനം വഴി ബാക്ക്വേർഡ് റിയാക്ഷൻ വഴി തിരിച്ച് എന്തായിട്ട് മാറുന്നുണ്ട്? ഇങ്ങനെ മാറുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം വീണ്ടും എന്ത് ചെയ്യുന്നു? റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ഫീച്ചർ കാണാൻ കഴിയുക. കാരണം അല്ലെങ്കിൽ 5 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡോപ്സിൻ മുഴുവൻ ഓക്സിജൻ റെറ്റിനാലായിട്ടും അതുപോലെ ഫോട്ടോപ്സിൻ മുഴുവൻ ഓക്സിജൻ റെറ്റിനാലായിട്ട് മാറി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് എപ്പോഴും കാണാൻ സാധിക്കുന്നതിന് കാരണം ഇങ്ങനെ മാറുന്ന ഈ വസ്തുക്കൾ വീണ്ടും കണ്ടിന്യൂസ് എന്തായിട്ട് തന്നെ മാറുന്നു? തിരിച്ച് ഇങ്ങനെ തന്നെ മാറുന്നു. എപ്പോൾ ഇതാണ് കെമിസ്ട്രി ബിഹൈൻഡ് ഫീച്ചർ. നമ്മുടെ കാഴ്ചയുടെ പിന്നിലെ രസതന്ത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ് റിയാക്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ. ഇതേപോലെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ള അനുഭവം, നല്ല വെയിലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് റൂമിലേക്ക് വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാഴ്ച മങ്ങുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു തടസ്സം, ഒരു കാഴ്ച കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സാധിക്കാത്തത്? കാരണം നമ്മൾ നല്ല പ്രകാശത്തിൽ നിൽക്കുന്ന സമയത്ത്, നല്ല ലൈറ്റുള്ള സ്ഥലത്ത്, നല്ല വെയിലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ റോഡോപ്സിനും ഫോട്ടോപ്സിനും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഓക്സിജൻ റെറ്റിനാലുമായിട്ട് കൺവേർട്ട് ചെയ്യുമല്ലോ. ഇതിൽ ആരായിരിക്കും കൂടുതൽ കൺവേർട്ട് ചെയ്യുക? റോഡോപ്സിൻ ആണ്. കാരണം റോഡോപ്സിൻ എന്ന് പറയുന്ന വസ്തുവിന് കുറച്ച് ലൈറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് ഇതുപോലെ ഓക്സിജൻ റെറ്റിനായിട്ട് മാറാൻ കഴിയും. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഒരു ഇരുട്ട് റൂമിലേക്ക് കയറി കഴിയുമ്പോൾ ആ സമയം നല്ല വെയിലത്തുന്ന സമയത്ത് റോഡോപ്സിൻ മുഴുവൻ ഓക്സിജൻ റെറ്റിനാലായിട്ട് മാറിയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളൊരു ഇരുട്ട് റൂമിലേക്ക്, ഒരു ഇരുണ്ട റൂമിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ഇരുട്ട് റൂമിൽ നമ്മളെ കാണാൻ സഹായിക്കുന്ന കോശം ഏതാണ്? അല്ലെങ്കിൽ പിഗ്മെന്റ് ഏതാണ്? വർണ്ണവസ്തു ഏതാണ്? റോഡോപ്സിൻ ആണ് അല്ലെ? ഇരുണ്ട പ്രകാശം കാണാൻ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ഇരുട്ട് റൂമിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ഓക്സിനും റെറ്റിനാലും പെട്ടെന്ന് എന്തായിട്ട് മാറില്ല? ഫുള്ളായിട്ട് ഈ റോഡോപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യില്ല. അതെടുക്കാൻ ചിലപ്പോൾ 2-3 മിനിറ്റ് എടുക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇരുണ്ട പ്രകാശത്തിൽ പെട്ടെന്ന് റൂമിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? കൃത്യമായ കാഴ്ച നമുക്ക് ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കാഴ്ച മങ്ങുന്ന പോലെയൊക്കെ തോന്നാൻ കാരണം ഇതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് കാഴ്ചയുടെ പിന്നിലെ ഒരു രസതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റോഡോപ്സിനും ഫോട്ടോപ്സിനും എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. ഇതുപോലെ നമ്മുടെ നിങ്ങൾ കണ്ടോ ഈ പൂച്ചയെ പോലുള്ള ജീവികളിലൊക്കെ രാത്രി അവരുടെ കണ്ണ് നല്ല തിളക്കം കണ്ടിട്ടുണ്ടായില്ലേ? അവരൊക്കെ തിളക്കുണ്ടാകാൻ കാരണം അവരുടെ കണ്ണിൽ ഒരു പ്രത്യേക ലെയർ ഉണ്ട്. പീച്ചൺ എന്ന് പറയുന്ന ഒരു ലെയർ അവരുടെ കണ്ണിൽ കാണപ്പെടുന്നതുകൊണ്ടാണ് അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങാൻ എന്തൊരു കാരണമായിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇതാണ് കണ്ണിന്റെ എന്താ കെമിസ്ട്രി ബിഹൈൻഡ് വിഷൻ. എന്തൊക്കെയാണ്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഉണ്ട്. ഈ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് റോഡോപ്സിനും ഫോട്ടോപ്സിനും. റോഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ടായിട്ടുള്ളത് ഓക്സിജൻ റെറ്റിനാൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ഓക്സിജൻ റെറ്റിനാൽ എന്ത് ചെയ്യുന്നു? ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഈ റോഡോപ്സിനും ഫോട്ടോപ്സിനും ഓക്സിജൻ റെറ്റിനാലുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ ഓക്സിജൻ റെറ്റിനാലുമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഓക്സിജൻ റെറ്റിനാലുമായിട്ട് ഇത് വിഘടിക്കുന്ന സമയത്താണ്, ഇങ്ങനെ വിഘടിക്കുമ്പോഴാണ് കണ്ണിൽ എന്തുണ്ടാകുന്നത്? ഇമ്പൾസ് ഉണ്ടാകുന്നത്, ആവേഗം രൂപപ്പെടുന്നത്. മനസ്സിലാക്കുക. അപ്പൊ ഇതുവരെ എന്തുണ്ടായിട്ടില്ല? ആവേഗം ഉണ്ടായിട്ടില്ല. നമ്മുടെ സ്റ്റിമുലസ് കണ്ണിലൂടെ ഇങ്ങനെ നമ്മുടെ കോർണിയ വഴി ലെൻസിലൂടെ വിട്രിയസ് ചേമ്പറിലൂടെ റെറ്റിനയിലെത്തി, റെറ്റിനയിലെ ഫോട്ടോ റിസപ്റ്ററിൽ എത്തിയപ്പോഴാണ് റോഡോപ്സിനും ഫോട്ടോപ്സിനും ഓക്സിജൻ റെറ്റിനലായിട്ട് മാറിയത്. അങ്ങനെ അത് കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് കണ്ണിൽ എന്ത് ഫോം ചെയ്യുന്നത്? ആവേഗം രൂപപ്പെടുന്നത്, ഇമ്പൾസ് ഉണ്ടാകുന്നത്. ഇവിടെ ഇമ്പൾസ് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്തായിരിക്കും മക്കളെ? ഇമ്പൾസ് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്തായിരിക്കും? ഈ ഇമ്പൾസിനെ കൊണ്ട് നമ്മുടെ ബ്രെയിനിലേക്ക് പോകണം. ഇവിടെ നിങ്ങൾ പഠിച്ചു ബ്രെയിനിന്റെ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത്? സെറിബ്രത്തിലേക്കാണ് പോകേണ്ടത്. കാരണം എന്താ? ഇവോക്ക് സെൻസേഷൻസ്, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം, ബ്രെയിനിന്റെ പാർട്ട് ഏതാണ്? നമ്മുടെ സെറിബ്രമാണ്. അപ്പോ ഇനി ബ്രെയിൻ എന്ന് പറയാൻ പാടില്ല, എന്ത് പറയണം? സെറിബ്രത്തിലേക്ക് പോകുന്നു. ആര് പോകുന്നു? ആവേഗങ്ങൾ, ഇമ്പൾസ് പോകുന്നു. ആരാ കൊണ്ടുപോവുക? ഇങ്ങനെ ഉണ്ടായ ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന ആളാരാണ്? അത് ഒപ്റ്റിക് നെർവാണ്, നേത്രനാഡി.
നേത്രനാടി. ഒപ്റ്റിക് നെർവ് എന്ത് ചെയ്യുന്നു? ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള ഇമ്പൾസിനെ തിരിച്ചെന്ത് ചെയ്യുന്നു? നമ്മുടെ സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? കാഴ്ച എന്നൊരു വസ്തു നമ്മൾ കാണുന്ന പോലെ കാഴ്ച എന്നൊരു അനുഭവം നമുക്ക് അപ്പോഴാണ് ഉണ്ടാവുക. ഇത്രയാണ് നമ്മുടെ കണ്ണിന്റെ കാഴ്ച എന്ന് പറയുന്ന അനുഭവത്തിന്റെ ഉണ്ടാവുന്ന കാര്യം. ഓക്കെ.